ഈ ഹ്യൂമറിൽ അല്പം ലൗഡ് ആക്ടിങ് ആയിരുന്നു ഞാൻ സ്വീകരിച്ചിരുന്ന ഒരു പാത എന്ന് പറയുന്നത്. അല്പം ഒരു ബഹളം. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പൂവാലൻ്റെ വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത് ഞാനാണെന്ന് തോന്നുന്നു. എന്തുവിന് ഇതാണ് വേണ്ടത്. വേണു ഈ സമയത്ത് ഇന്ന രീതിയിലായിരിക്കും പറയുക, വേണു ഈ സമയത്ത് ഇന്ന രീതിയിലായിരിക്കും നോക്കുക എന്നുള്ള 100% ബോധവും ഉള്ളതുകൊണ്ട് എൻ്റെ ജോലി എളുപ്പമായി. വേണുവിൻ്റെ അയാളുടെ മനസ്സ് ഒരു വേദനിക്കുന്ന ഒരു മനസ്സ്, എന്തെല്ലാം സഹിക്കുന്ന ഒരു മനസ്സാണ് എന്നെനിക്ക് തോന്നിപ്പോയി. അവിടെ നമ്മൾ തന്നെ നമ്മളെ മറന്ന് നടത്തുന്ന ഒരു സ്ട്രഗിളാണ്. അപ്പോൾ ആ സ്ട്രഗിളിൽ ചിലരുടെ നഖം കൊണ്ടിരിക്കാം, ചിലരുടെയൊക്കെ ഓവറായിട്ട് പിടിച്ചിരിക്കാം. പക്ഷേ അതൊക്കെ എനിക്കൊരു പരിഭവമായിട്ട് പറയാനേ തോന്നിയില്ല. രമ എന്നോട് കാണിച്ചിട്ടുള്ള ആ ഒരു സ്നേഹം, അത് അതേ രീതിയിൽ എനിക്ക് അത്രയും കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള ഒരു വിഷമമുണ്ട് എനിക്ക്. കാരണം അത്രത്തോളം ഒരു സ്ത്രീ എന്ന രീതിയിൽ എൻ്റെ ഭാര്യയോട് എനിക്ക് ബഹുമാനമാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇമോഷൻസ് തോന്നി. ഞാൻ അഭിനയിച്ചാണെന്നുള്ളത് ഞാൻ മറന്നു. എൻ്റെ കണ്ണ് നിറഞ്ഞു. ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ സെക്ഷനിലോട്ട് നമ്മുടെ മൂവി സെലക്ട് ആയിട്ടുണ്ട്. സോ സാറിന് എന്താണ് തോന്നുന്നത് സാർ പാർട്ടായിട്ടുള്ള മൂവിയിൽ? അതെ, വളരെ ത്രില്ഡാണ്. പ്രധാനപ്പെട്ട ഒരു വേഷത്തിൽ ഞാൻ അഭിനയിച്ച ചിത്രം ഇതേപോലെ IFFK കോമ്പറ്റീഷൻ സെക്ഷനിൽ വരുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. എൻ്റെ ഇപ്പോഴേ ഉള്ള കരിയറിന് ഒരുപാട് പ്രേക്ഷക പിന്തുണ ലഭിക്കുന്നുണ്ട്. ഞാൻ അഭിനയിക്കുന്ന വേഷങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രശംസയും നിരൂപണവും ഒക്കെ ലഭിക്കുന്നുണ്ട്. അപ്പം എല്ലാം എന്താ പറയുക, എക്സലൻറ്റ് എന്നുള്ള രീതിയിലല്ല, ചിലത് ഇനിയും മെച്ചപ്പെടുത്താമായിരുന്നു എന്നുള്ള റിവ്യൂസ് വരെയുണ്ട്. അതും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ഇപ്പോഴുള്ള ഈ ഫേസിന് ഏറ്റവും കൂടുതൽ എനിക്ക് പ്രോത്സാഹനവും അംഗീകാരവും ഒക്കെ തന്നുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരാണ്. ആ പ്രേക്ഷകരുടെ ഏറ്റവും നല്ല ക്രോസ് സെക്ഷനിലാണ്, ആ ക്രോസ് സെക്ഷൻ്റെ മുന്നിലാണ് നമ്മുടെ ഈ ചിത്രം എത്താൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, അഭിമാനമാണ്. ഗ്രേറ്റ്. അതുപോലെ സാറിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ എന്ന് പറഞ്ഞാൽ പോരാ, എന്ന് വെച്ചാൽ ഏറ്റവും വ്യത്യസ്തതകൾ കാണിക്കുന്ന ഉള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ളൊരു ആക്ടറാണ്. കോമഡി ആണെങ്കിലും സീരിയസ് ആണെങ്കിലും. ഇപ്പോൾ ഈ കഴിഞ്ഞൊരു വർഷം മാത്രം എടുത്തു നോക്കിയാൽ സാറിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ലൈക്ക് ഓൾ സോർട്സ് ഓഫ് ക്രോസ് സെക്ഷൻസിൽ നമുക്ക് കാണാൻ പറ്റും, അതിൻ്റെ വേരിയേഷൻസിൽ. എന്നാൽ അപ്പുറത്തിൽ വരുമ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഏറ്റവും സട്ടിലായിട്ട്, അപ്പം സ്ക്രിപ്റ്റിലും എനിക്ക് വേണ്ടിയിരുന്ന ഒരു സട്ടിലിറ്റി ഉണ്ട്. കാരണം ഈ കഥാപാത്രത്തിന് അങ്ങനെ ലൗഡായിട്ട് പറയാനോ ഡയലോഗ്സോ ഒന്നും ഇല്ലാതെ വെറും ബോഡി ലാംഗ്വേജിലും വളരെ മിനിമൽ ഫേഷ്യൽ എക്സ്പ്രഷൻസിലൂടെ മാത്രമാണ് ഈ ഇന്നർ വേൾഡ് ഓഫ് ദിസ് ക്യാരക്ടർ പറയുന്നത്. അപ്പോൾ അത് എനിക്കത് വളരെ നന്നായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും അത് അങ്ങനെ തന്നെ തോന്നി. പക്ഷേ ഇപ്പോൾ വളരെ കുറച്ച് പേരെ ഇപ്പോൾ കണ്ടിട്ടുള്ളൂ, നമ്മൾ ഇപ്പം IFFKയിൽ വരാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഈവൻ ദെൻ ഹൂഎവർ ഹാസ് സീൻ ദിസ് പറഞ്ഞിട്ടുള്ളത് സാറിൻ്റെ ആ ഒരു സട്ടിലിറ്റിയെ പറ്റിയിട്ടാണ്. അപ്പോൾ ആ ഒരു സട്ടിൽ ആക്ഷനും അതേസമയം നമ്മൾ കാക്കക്കുയിലൊക്കെ അത്രയും ലൗഡായിട്ട് കോമഡി ചെയ്തിട്ടുള്ള അതേ ആള് ഈ ഒരു വേരിയേഷൻ സാർ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതാണ്? അതിൻ്റെ കാര്യം ഈ ഹ്യൂമറിൽ അല്പം ലൗഡ് ആക്ടിങ് ആയിരുന്നു ഞാൻ സ്വീകരിച്ചിരുന്ന ഒരു പാത എന്ന് പറയുന്നത്. അല്പം ഒരു ബഹളം. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പൂവാലൻ്റെ വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത് ഞാനാണെന്ന് തോന്നുന്നു. വഴിവെക്കിൽ നിന്ന് പെമ്പിളരെ കമൻ്റ് അടിക്കുക, തല്ലുകൊള്ളുക, അങ്ങനെയുള്ള ഒരു ഫേസ്, അതിൽ അല്പം ലൗഡ് ആക്ടിങ് ആണ് ആ ഹ്യൂമറിൻ്റെ. അത് കഴിഞ്ഞിട്ട് ഒരു ക്യാരക്ടർ ആക്ടറിലേക്കുള്ള ഒരു ട്രാൻസിഷൻ, അത് നല്ല സ്മൂത്തായിട്ട് തന്നെ അങ്ങനെ ഒരു ട്രാൻസിഷൻ നടത്താൻ എനിക്ക് കഴിഞ്ഞു. അതിനൊരു പ്രധാനപ്പെട്ട കാരണം, ഞാൻ ഈ സിനിമയിൽ വരുന്നതിന് മുമ്പുള്ള അമച്വർ നാടക രംഗത്തെ എൻ്റെ പ്രവർത്തന പരിചയമാണ്. ജി ശങ്കരപ്പിള്ള സാറും വയല വാസുദേവൻപിള്ള സാറും PK വേണുകുട്ടൻ നായർ സാറ്, TR സുകുമാരൻ നായർ സാറ്, ഇവരോടൊപ്പമൊക്കെ അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ കൈകാര്യം ചെയ്തിരുന്നത് കോമഡി റോൾസ് അല്ല, വളരെ ഗൗരവമുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, ലൗഡ് ആക്ടിങ്ങും അല്ല. അപ്പോൾ അതിൽ നിന്നും വന്ന് ഈ മൈഡിയ കുട്ടിച്ചാത്തൻ, ഓടരതമാവാളറിയാം, അങ്ങനെ അപ്പുക്കുട്ടൻ, ദെന്മായൻകുട്ടി, ഹൃദയഭാനു, അങ്ങനെയുള്ള സിദ്ദിഖ് ലാൽ, പ്രിയദർശൻ, അങ്ങനെയുള്ള സിനിമകളിൽ അല്പമൊക്കെ ലൗഡ് ആക്ടിങ് തന്നെയായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ ലൗഡ് അല്ലാത്തൊരു ആക്ടിങ് കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് വേണ്ട അവസരങ്ങൾ കിട്ടിയിട്ടില്ല. അതിനൊരു എന്താ പറയുക, തുടക്കം കുറിച്ച് ലീല എന്ന് പറഞ്ഞൊരു ചിത്രമാണെന്ന് വേണമെങ്കിൽ പറയാം. അതിനു മുമ്പ് തന്നെ വേറെ കുറച്ച് ചിത്രങ്ങളിൽ, ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് ചിത്രങ്ങളിൽ അത്ര ലൗഡ് അല്ലാത്ത ആക്ടിങ്ങും എനിക്ക് ഹീറോ വേഷങ്ങളിൽ തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക്. എന്നാൽ പോലും ഒരു ക്യാരക്ടർ ആക്ടർ എന്നുള്ളൊരു സ്റ്റാമ്പ് ലീലയിൽ വളരെയധികം കിട്ടി. അതിനെ തുടർന്ന്
റോഷാക്ക് മുതൽ ഇതുവരെയുള്ള ചിത്രങ്ങളിൽ അതിനെ ഞാൻ പറയട്ടെ, ഞാൻ ക്രെഡിറ്റ് കൊടുക്കുന്നത് സംവിധായകർക്കാണ്. ഇപ്പോൾ ഈ ചിത്രത്തിൽ ഞാൻ നന്നായിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 80% ക്രെഡിറ്റ് ഇന്ദുവിനും കൂടെ അവകാശപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇന്ദു ഫസ്റ്റിൽ എൻ്റെ അടുത്ത് ഈ പ്രോജക്റ്റിനെ കുറിച്ച് പറയാൻ ഇവിടെ വന്നിരുന്നു, ഈ വീട്ടിൽ വന്നിരുന്നു. അപ്പം ഞാൻ ഇന്ദുവിനോട് പറഞ്ഞെന്താ, ഞാൻ ബേസിക്കലി സംവിധായകൻ്റെ അല്ലെങ്കിൽ സംവിധായികയുടെ നടനാണ്, എന്താ വേണ്ടതെന്ന് ഇന്ദു പറഞ്ഞാൽ മതി, അത് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഇന്ദുവിൻ്റെ കൺവിക്ഷൻ എന്താ വേണ്ടത്, ഈ വേണു എന്ന് പറയുന്ന കഥാപാത്രത്തിൽ അപൂർവമായിട്ട് ചിലത് ടേക്ക് 2 ഒക്കെ എടുത്തിട്ടുണ്ട്. ആ ടേക്ക് 2 ഇന്ദു എന്നോട് പറഞ്ഞു, ഈ ടേക്ക് 1 മോശമായിട്ടല്ല, ടേക്ക് 2 വേറൊരു വെർഷൻ തരാമോ, അത് കുറച്ചുകൂടെ ഒന്ന് ഇമോട്ട് ചെയ്യാമോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തരാം, പക്ഷെ ആദ്യത്തെ ഇമോഷൻസ് അത്രയും പോരെ, ഞാൻ ഇപ്പോഴത്തെ എൻ്റെ ഫേസിൽ അല്പം പോലും ലൗഡാവാൻ പാടില്ല. അല്ല ഇമോഷൻസ് പിന്നെ എന്തു ഞാൻ പറഞ്ഞ ഞാൻ നന്നായിട്ട് ഓർക്കുന്നു. എന്തു പറഞ്ഞു, ചില ഇൻ്റർവ്യൂസിൽ ചില പേഴ്സണൽ കാര്യം പറയുമ്പോൾ സാറിൻ്റെ കണ്ണ് വല്ലാതെ നിറയുന്നതും കണ്ണ് അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പറയുന്നത് കണ്ടിട്ടുണ്ട്. അത്തരം ഒരു ഇമോഷൻസ് അണ്ടർഗോ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് വേണുവിൻ്റെത്. എനിക്ക് അതിൻ്റെ ഒരു ഫേസ് ഞാൻ പറഞ്ഞു, അത് റിയലായിട്ട് കിട്ടുന്നത് വേണുവിലോട്ട് എങ്ങനെ അത് കിട്ടുമോ എന്നൂടെ ഞാൻ ഒന്നുകൂടെ എടുത്തു നോക്കാം എന്ന് പറഞ്ഞിട്ട്, അത് എനിക്ക് എന്നിലെ ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഇനി അതിനെക്കുറിച്ച് ഇന്ദു എന്താണ് പറയുന്നതെന്ന് അറിയാനായിരുന്നു താല്പര്യം. ഈ ഷോട്ട് കഴിയുമ്പോൾ ആദ്യത്തെ എൻ്റേതായിട്ടുള്ള എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു വെർഷൻ ഞാൻ ഇന്ദുവിന് തന്നു. ഇന്ദു പറഞ്ഞു ഒരു വെർഷൻ കൂടെ തരൂ, അതിൽ അല്പം കൂടെ ഇമോട്ട് ചെയ്തോളൂ എന്ന സ്വാതന്ത്ര്യം എനിക്ക് തന്നിട്ട് ഞാൻ രണ്ടാമത്തെ വെർഷൻ കൂടെ തന്നിട്ട് ഞാൻ വീണ്ടും വന്ന് ചോദിച്ചു ഏതാണ് ബെറ്റർ. അല്ല സർ, രണ്ടാമത്തെ തന്നെയാണ് എനിക്ക് വേണ്ടത്, അതിൽ ഞാൻ ഹാപ്പിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നമ്മളിപ്പോൾ സീനിയോറിറ്റി പ്രായത്തിൻ്റെ ആയിരുന്നാലും ഇൻഡസ്ട്രിയിലുള്ള സീനിയോറിറ്റി വെച്ച് ഇന്ദുവിനേക്കാൾ എത്രയോ സീനിയറാണ് ഞാൻ. പക്ഷെ അവിടെ ഞാൻ ഇന്ദുവിൻ്റെ മുന്നിൽ ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് നിന്നിട്ടുള്ളൂ. അങ്ങനെ നിൽക്കാനാണ് എനിക്ക് താല്പര്യവും. അവിടെ സംവിധായിക എന്നുള്ള ഇപ്പോൾ വനിതാ സംവിധായികമാർ തന്നെ വളരെ കുറവാണ്. അതിൽ തന്നെ കോമ്പറ്റീഷൻ സെക്ഷനിൽ IFFKയിൽ എനിക്ക് തോന്നുന്നു അധികം പേർക്കൊന്നും കിട്ടിയിട്ടില്ല. ആ ഭാഗ്യമാണ് ഇന്ദുവിന് കിട്ടുന്നത്. ഇന്ദുവിൻ്റെ ആദ്യത്തെ ചിത്രം നിള, അതിന് നല്ല അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട്. ശാന്തികൃഷ്ണയും വിനീതും ഒക്കെ, ശാന്തികൃഷ്ണയ്ക്ക് അവാർഡ് വരെ ലഭിക്കുന്ന എല്ലാവരും കരുതിയിരുന്ന ഒരു ചിത്രമാണ്. അപ്പോൾ ഇതിൽ ഇന്ദുലക്ഷ്മി എന്ന സംവിധായിക റൈറ്റർ എങ്ങനെ കൺസീവ് ചെയ്തിട്ടുണ്ടോ, വേണുവിനെ എങ്ങനെയാണ് രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളത്. പിന്നെ ഇന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഇന്ദുവിന് എന്താണ് വേണ്ടതെന്നുള്ള 100% അറിയാമായിരുന്നു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പെർഫോം ചെയ്യാൻ വളരെ സൗകര്യം ഉണ്ടായിരുന്നു. ഇന്ദുവിന് ഇതാണ് വേണ്ടത്, വേണു ഈ സമയത്ത് ഇന്ന രീതിയിലായിരിക്കും പറയുക, വേണു ഈ സമയത്ത് ഇന്ന രീതിയിലായിരിക്കും നോക്കുക എന്നുള്ള 100% ബോധവും ഉള്ളതുകൊണ്ട് എൻ്റെ ജോലി എളുപ്പമായി. പക്ഷെ ഇതിനകത്ത് ഈ നിശബ്ദതകളിൽ പോലും ആ ശബ്ദത്തിന്റെ ഒരു ക്രമീകരണം, അത് ഒന്നാം നമുക്ക് സിംഗ് സൗണ്ടും കൂടെ ആയതുകൊണ്ട് എനിക്കത് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നി. എനിക്ക് അതിൻ്റെ ഒരു ചെറിയ വേരിയേഷൻസിൽ പോലും ആ കഥാപാത്രത്തിനൊരു ഭയങ്കരമായ ഒരു ഡെപ്ത് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഡയലോഗ്സിലൂടെ അല്ലാതെ ഇമോട്ട് ചെയ്യുമ്പം ആ ഒരു എത്രത്തോളം അത് ഈവൻ ചില സമയങ്ങളിൽ ദൂരേക്ക് നോക്കിയിരിക്കുന്നൊരു ഇടവേളകളായിരിക്കും, അവിടെ പോലും അതിൻ്റെ ഒരു ആഴത്തിൽ വരുന്നുണ്ട്. എന്നാൽ ഈ ചിരിക്കുന്ന സമയത്ത് പോലും ഉള്ളിൽ ആ വേറൊരു വൈകാരികത വെച്ചുകൊണ്ട് ഒരു ചിരി കൊടുക്കുകയും, ആൻഡ് ഈ ക്യാരക്ടർ 2 ഷിഫ്റ്റുകളാണ്. ഫസ്റ്റ് ഹാഫിലുള്ള പുറമേ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറും സെക്കൻഡ് ഹാഫിൽ മറ്റൊരു ഷിഫ്റ്റുമാണ്. അപ്പം ഫസ്റ്റ് ഹാഫിൽ സാറിൻ്റെ പാട്ടുകളും അത് ആക്ച്വലി അത് നമുക്കൊരു ആഡഡ് ബെനിഫിറ്റ് ആയിരുന്നു. ആ ക്യാരക്ടറിനെ സാറ് നന്നായിട്ട് പാടുന്നതുകൊണ്ട് അത് ഞാൻ കൂടുതൽ ഉപയോഗിക്കാനും കൂടെ ശ്രമിച്ചിട്ടുണ്ട്. അത് നന്നായിട്ടത് ആ സിനിമയുമായിട്ടും ആ കഥ പറച്ചിലായിട്ടും വളരെയധികം ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്നുമുണ്ട് ഈ 2 ഭാഗങ്ങളും. ആൻഡ് ഐ തിങ്ക് സാർ നേരത്തെ പറഞ്ഞ പോലെ സാറിൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസും കൂടെ ഇതിനകത്ത് ആ ക്യാരക്ടറിലേക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇപ്പം ചില കാര്യങ്ങൾ ഇപ്പോൾ പറയുമ്പോഴും സാറ് ഒരു സജഷൻ പറയും, ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു പോയിന്റ് കൂടെ. അതെനിക്ക് തോന്നിയിട്ടുള്ളത് സാർ ഒരു റൈറ്റർ കൂടിയായതുകൊണ്ട് ആ ക്യാരക്ടർ കണ്ടിന്യൂറ്റി അത് അത്രയും മനോഹരമായിട്ട് സാറിനത് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ തിയേറ്ററിൻ്റെ കാര്യം പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു കാര്യം വളരെ കൗതുകമായിട്ട് നമ്മൾ ബിഹൈൻഡ് ദ സീൻസ് ഒത്തിരി ചിരിച്ചൊരു കാര്യമാണ്. ഓഫ് കോഴ്സ് സാറിൻ്റെ മുമ്പിൽ വെച്ചിട്ടല്ലായിരിക്കും. നമ്മളൊരു സീൻ എടുക്കുമ്പോൾ നമ്മുടെ സാറിൻ്റെ പേരായിട്ട് വന്നിട്ടുള്ളത് മിനി IG ആണ്.
ഞാൻ കുറച്ച് സമയം കൂടി ആ ഒരു പെർട്ടിക്കുലർ ഒരു പ്ലേ ആയിരുന്നു. ആ പ്ലേയിൽ കുറച്ച് സമയം കൂടി എനിക്കൊരു 10-15 seconds മോർ ഒറ്റ സിംഗിൾ ടേക്കാണ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരിയും ഷീസ് ഒരു തിയേറ്റർ ആർട്ടിസ്റ്റാണ്, മൂവിയിലുണ്ട്. അപ്പോൾ പുള്ളിക്കാരി ആ ടൈം ബൈ ചെയ്യാനായിട്ട് സാറിനെ കടിച്ചിട്ട് പക്ഷേ എത്രയും നാച്ചുറൽ ആയിട്ടാണ് അത് റിയാക്ട്, കാരണം നമ്മളത് റിഹേഴ്സ് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു കടി കിട്ടിയതോ പിന്നീട് ഷീ വാസ് ഫീലിംഗ് വെരി ബാഡ്, സാറിനെ കടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഹൗ യു ഹാൻഡിൽ ദാറ്റ് സിറ്റുവേഷൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കോ ആക്ടേഴ്സ് ചെയ്യുമ്പോൾ അത് നമുക്ക് ഭയങ്കര ഒരു ഇറ്റ് വാസ് സച്ച് എ ബ്യൂട്ടിഫുൾ തിങ് ഫോർ അസ് ടു സീ. ലൈക്ക് അത് നമ്മൾ പിന്നീടും ചർച്ച ചെയ്യും, സാർ അത് ഹൗ യു റിയാക്റ്റഡ് ടു ദാറ്റ്. അപ്പം I want to know. അത് എന്തു നമുക്ക് ഒരു പ്രോജക്റ്റ് ചെല്ലുമ്പോൾ ആ പ്രോജക്റ്റിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ആ പ്രോജക്റ്റിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്ന് നമുക്ക് ആദ്യം അറിയാം. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് ആദ്യം പിടികിട്ടും. ആ സമയത്ത് ഇംപ്രവൈസ് ചെയ്യാൻ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആ സിറ്റുവേഷൻ അനുസരിച്ച് എന്തൊക്കെ ഇംപ്രവൈസ് ചെയ്യാമോ അത് കൂടെയുള്ള ആർട്ടിസ്റ്റുകൾക്ക് നമ്മളൊരു കംഫർട്ട് ലെവൽ അവർക്ക് കൊടുക്കണം. ഇപ്പം മിനി ഐജിക്ക് തോന്നാൻ പാടില്ല, അയ്യോ ജഗദീഷ് സാർ വളരെ സീരിയസ് ആണ്, എന്ത് ചെയ്യും, നിങ്ങൾ വളരെ ഫ്രണ്ട്സാണ്. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്നും ചിന്തിക്കരുത്, എങ്ങനെ വേണോ പെരുമാറിക്കോളൂ, അതിനനുസരിച്ച് ഞാനും പെരുമാറിക്കോളാം. ആക്ടിങ് ആൻഡ് റിയാക്ടിങ്. അപ്പോൾ അതിനനുസരിച്ച് അനഖ ആയിക്കോട്ടെ, മിനി ആയിക്കോട്ടെ, അപ്പോൾ അത് വളരെ ആ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഒരു ആക്ഷൻ തന്നെ അവരുടെ ഭാഗത്തു നിന്നും വന്നപ്പോൾ സ്വാഭാവികമായിട്ടുള്ള റിയാക്ഷൻ നമ്മുടെ ഭാഗത്തു നിന്നും വന്നു. അവിടെ കടി കൊണ്ടിട്ടുള്ളതിൻ്റെ ഒരു വേദനയോ അയ്യോ എന്തിനാ കടിക്കേണ്ട കാര്യമുണ്ടെന്നുള്ള അല്ല, അത് നമ്മൾ അറിയുന്നില്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ സാധാരണയിൽ സിങ് സൗണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സിങ് സൗണ്ട് അല്ല എങ്കിൽ നമുക്ക് ഡബ്ബിങ് സമയത്ത് നമുക്ക് റീൽ എല്ലാം കാണാം, അത് നോക്കി ഡബ് ചെയ്യുന്നു, വീണ്ടും നമ്മൾ മോഡുലേഷൻ കുറച്ചുകൂടെയൊക്കെ മാറ്റുന്നു. ഇത് സിങ് സൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫൈനൽ പ്രോഡക്റ്റ് പോലെ കൊടുക്കുന്നതാണ്. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് തന്നെ തോന്നിയ ഒരു നിമിഷമായിരുന്നു ഇതിൻ്റെ ട്രെയിലർ ഒന്ന് കണ്ടപ്പോൾ. അയ്യോ ഇത് നല്ല ഫീലുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നിപ്പോയി. സത്യം പറഞ്ഞാൽ എനിക്ക് ഇമോഷൻസ് തോന്നി. ഞാൻ അഭിനയിച്ചാണെന്നുള്ളത് ഞാൻ മറന്നു. എൻ്റെ കണ്ണ് നിറഞ്ഞു ട്രെയിലർ കണ്ടപ്പോൾ. അപ്പോൾ പിന്നീട് ഞാൻ മാറി ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ആലോചിച്ചു, എന്നെ കൊണ്ട് ഇത്രയൊക്കെ ജയിച്ചോ എന്നുള്ള രീതിയിലായി. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ആ ട്രെയിലറിൽ എത്ര സെക്കൻഡ്സ് ഒന്നും അല്ലോ എനിക്കറിയില്ല. അത് കണ്ടപ്പോൾ വേണുവിൻ്റെ അയാളുടെ മനസ്സ്, ഒരു വേദനിക്കുന്ന ഒരു മനസ്സ്, എന്തെല്ലാം സഹിക്കുന്ന ഒരു മനസ്സാണ് എന്നെനിക്ക് തോന്നിപ്പോയി. ദാറ്റ് വാസ് ബ്രില്യൻറ്റ്. അപ്പോൾ ഇതിലെ ഓരോ സീനും അത് ഇങ്ങനെ പറയുമ്പോൾ സീരിയസ് ആയിട്ട് തന്നെ നമ്മളെടുത്തു, സീരിയസ് ആയിട്ട് തന്നെ പെർഫോം ചെയ്തു. പക്ഷേ ഫൈനൽ പ്രോഡക്റ്റിൻ്റെ ഒരു ഗ്ലിംസ് കാണുമ്പോൾ ഇത്രയും സീരിയസ് ആയിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലുള്ള നിമിഷങ്ങൾ ട്രെയിലറിൽ ഞാൻ കണ്ടു. അപ്പോൾ ഫുൾ ഫിലിം ഞാൻ ഇപ്പോഴും കണ്ടിട്ടില്ല. എനിക്ക് ആകാംക്ഷയുണ്ട്, എനിക്ക് താല്പര്യമുണ്ട്. ഐ എം എക്സൈറ്റഡ്. എനിക്ക് എപ്പോഴാണ് ഇത് കാണാൻ കഴിയുക, ഫുള്ളായിട്ട് കാണാൻ കഴിയുക എന്നുള്ളൊരു സംഭവം. ആ ഇമോഷൻസൊക്കെ, അതിലെ ഇഷ്യൂസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇമോഷൻസാണ്. അത്രേ ഉള്ളൂ. സോറി, കണ്ണ് നിറഞ്ഞു പോയി. അതൊക്കെയാണ് നമ്മുടെ ഒരു ആക്ടർ എന്ന നിലയിൽ നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫിൽ നിങ്ങൾക്ക് ത്രില്ല് തരുന്നതെന്ന് ചോദിക്കാൻ നേരത്ത് ഞാൻ പറയും, ഒന്ന് നമ്മളിപ്പോൾ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ, വേഷങ്ങൾ. രണ്ട്, അതിന് പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുന്ന ഒരു പിന്തുണ, അവരുടെ അപ്രീസിയേഷൻ. അതേപോലെ തന്നെ എൻ്റെ കുട്ടികൾ എനിക്ക് നൽകുന്ന ഒരു സപ്പോർട്ടുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് അച്ഛാ ഗംഭീരമായി എന്ന് പറയുമ്പോൾ എൻ്റെ കുട്ടികൾ അപ്പുറം കാണാൻ കാത്തിരിക്കുകയാണ്. അവർക്ക് ഭയങ്കര താല്പര്യമുണ്ട്. അപ്പോൾ അവരിത് കണ്ടിട്ട് എന്തായിരിക്കും പറയുക എന്നുള്ളതും കൂടെ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ ക്ലൈമാക്സിനോട് അടുപ്പിച്ച ഒരു സീൻ എടുക്കുമ്പോൾ സർ ആക്ച്വലി ഈ പറഞ്ഞ പോലെ കോ ആക്ടേഴ്സിന് കംപ്ലീറ്റ് ഫ്രീഡം കൊടുത്തിരുന്നു അവരോട് പെർഫോം ചെയ്യുമ്പോൾ, ലിമിറ്റേഷൻ വേണ്ടാന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞ് ഞാൻ ഒരു 2 days കഴിഞ്ഞ് വന്നപ്പോൾ സാറിൻ്റെ കയ്യിലൊരു മാർക്കുണ്ടായിരുന്നു, 2 കയ്യിലും. എനിക്കത് പേഴ്സണലി ഭയങ്കര വിഷമം തോന്നിയൊരു കാര്യമാണ്. പക്ഷെ സാർ അത് വളരെ കൂളായിട്ട് എടുത്തത്. അപ്പോൾ സാർ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, ആസ് എൻ ആക്ടർ ദിസ് ഇസ് വാട്ട് ഐ കോൺട്രിബ്യൂട്ട് എന്ന് പറഞ്ഞത്. അത് എനിക്കത് പേഴ്സണലി ഈവൻ നൗ ആ സീൻ കാണുമ്പോഴും എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നുന്നൊരു കാര്യമാണ്. ആൻഡ് ഫസ്റ്റ് ടേക്കിൽ
സർ ഈ സ്വാതന്ത്ര്യം തന്നുകൊണ്ട് തന്നെ ഞാൻ കട്ട് വിളിച്ചില്ല, അതെ അതെ കണ്ടിന്യൂ ചെയ്ത് പോയി. എല്ലാവരും ആവശ്യത്തിൽ കൂടുതൽ പിടിച്ചിട്ടുണ്ട്. അതെ. അല്ല എന്തോ അതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, കൂടെയുള്ള ആക്ടേഴ്സിന് എല്ലാവർക്കും ഒരു ചെറിയ ഒരു പേടി. ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടർ നമ്മൾ പിടിക്കുന്ന പോലെ അഭിനയിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സിനിമയിൽ ഒരു ഷോട്ട് പോലും മോശമാവാൻ പാടില്ല. അത് നമ്മളെ ബാധിക്കും. ഒരു കമേഴ്സ്യൽ സിനിമയിൽ ഒരു ഷോട്ട് ബാക്കിയെല്ലാം നന്നായി കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കപ്പെടാതെ അങ്ങ് പോയാലും കുഴപ്പമൊന്നുമില്ല. ഇതിൽ ഓരോ ഷോട്ടും നന്നാവും. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെയൊന്നും നോക്കരുത്. ഈ സിറ്റുവേഷനിൽ ഞാൻ നിങ്ങളെ തടയാൻ നേരത്ത് നിങ്ങൾ എങ്ങനെയൊക്കെ അതിനെ പ്രതിരോധിക്കുമോ ആ രീതിയിലല്ല നിങ്ങൾ തന്നെ പിന്നെ ചെയ്തോണം. അല്ലാതെ ഒരു ആക്ടിങ് ആയിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് ഇപ്പം ഇങ്ങനെ പിടിച്ചോ എന്ന് തന്നെ ഞാൻ പറഞ്ഞു. അത് അവർക്ക് ഒരു നല്ല കോൺഫിഡൻസ് ആയിരുന്നു. അത് കാരണം നമുക്കെല്ലാവർക്കും ഈ കട്ട് പറയാൻ മറന്നു എന്ന് പറയുന്നത് അങ്ങ് പിടി അങ്ങൊരു സ്ട്രഗിൾ, ആ സ്ട്രഗിളിന് ഇമോഷണൽ സ്ട്രഗിളാണ്. അവിടെ നമ്മൾ തന്നെ നമ്മളെ മറന്ന് നടത്തുന്ന ഒരു സ്ട്രഗിളാണ്. അപ്പോൾ ആ സ്ട്രഗിളിൽ ചിലരുടെ നഖം കൊണ്ടിരിക്കാം, ചിലരുടെയൊക്കെ ഓവറായിട്ട് പിടിച്ചിരിക്കാം. പക്ഷേ അതൊക്കെ എനിക്കൊരു പരിഭവമായിട്ട് പറയാനേ തോന്നിയില്ല. ഇല്ലെങ്കിൽ അത് ചില സാഹചര്യത്തിലാണെങ്കിൽ ചില ആക്ടേഴ്സൊക്കെ ചിലപ്പോൾ പറയും, എന്താണത്, ആക്ടിങ് അല്ലേ, മര്യാദയ്ക്ക് പിടിച്ചൂടെ എന്ന് പറയുമ്പോൾ തന്നെ അവർ നെർവസ് ആവും. അവർ പിന്നെ എല്ലാവരും ആക്ടിങ് പോലെയൊക്കെ പിടിക്കും, ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ പിടിച്ചാൽ സീൻ മോശമാവും. അപ്പം ഞാൻ ആ ഫ്രീഡം കൊടുത്തതെന്ന് വെച്ചാൽ സീൻ നന്നാക്കാൻ വേണ്ടി തന്നെയാണ്. നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു പാട് വന്നിട്ടുണ്ടെങ്കിൽ അത് മാറിക്കോളും, കുഴപ്പമില്ല. ഒരു എവർലാസ്റ്റിംഗ് ഇംപ്രഷൻ വേണ്ടത് പ്രേക്ഷകരുടെ മനസ്സിലാണ്. നമ്മുടെ ശരീരത്തിൽ വരുന്ന പാട് നാളെ മാറും. പ്രേക്ഷകന്റെ മനസ്സിൽ ആ സീൻ ശരിയായില്ല എന്നുള്ളൊരു മാർക്ക് വന്നു കഴിഞ്ഞാൽ അത് ഇനിയിപ്പം ലോകാവസാനം വരെ അവിടെ കിടക്കും ആ സിനിമ. അപ്പുറം എന്ന് പറഞ്ഞ സിനിമ ഒരു മീഡിയയിൽ, സോഷ്യൽ മീഡിയയിൽ അതവിടെ കിടക്കുമ്പോൾ ആ സീനൊക്കെ എന്താണ് എന്ന് ധ്യാനവർ ചെയ്തപ്പോൾ എല്ലാം നന്നായല്ലോ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവും. അപ്പം അത് ആർട്ടിസ്റ്റുകൾക്ക്, ഒരു കൂടെയുള്ള ആർട്ടിസ്റ്റുകൾക്ക് അവർക്കും കൂടെ കോൺഫിഡൻസ് കൊടുക്കണം. ഇപ്പം തിലകൻ ചേട്ടനൊക്കെ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ വോളിബോൾ പോലെ ഫുട്ബോൾ പോലെ അങ്ങോട്ട് പാസ് ചെയ്ത് ഇങ്ങോട്ട് പാസ് ചെയ്ത് അങ്കിലേ നമുക്ക് ഗോൾ പോസ്റ്റ് വരെ എത്താൻ പറ്റും. അല്ല ഞാൻ തന്നെ ഇങ്ങനെ കൊണ്ടുപോയി ഗോൾ പോസ്റ്റിൽ എത്തുകയല്ല. ഒരാൾ പാസ് ചെയ്തിരുന്നു, അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി ലക്ഷ്യസ്ഥാനത്ത് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ കൂടെ അഭിനയിക്കുന്ന ഒരു ആക്ടറുടെ ഒരു നോട്ടം പോലും സീനിന് പ്രതികൂലമായിട്ട് വരാൻ പാടില്ല. അപ്പം അവർക്ക് കോൺഫിഡൻസ് കൊടുക്കണം. അവരടുത്ത് അതിനു മുമ്പ് തന്നെ കുറച്ച് റിലാക്സ്ഡ് ആവാനുള്ള ഒരു അന്തരീക്ഷം ഞാൻ ഒരുക്കും. അവരുമായിട്ട് സംസാരിച്ച് അവരെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കി എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ച് അവരെ അറ്റ് ഈസ് ആക്കും. അതെൻ്റെ ഒരു ശൈലിയാണ്. അപ്പോൾ അതിൻ്റെ ഗുണമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, ബാക്കിയൊന്നും വിഷയമല്ല. ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പം കോമ്പറ്റീഷനിൽ അനൗൺസ് ചെയ്തതിന് ശേഷം ഈ IFFKയുടെ ഹിസ്റ്ററിയിൽ 4 വനിതാ സംവിധായകരുടെ സാന്നിധ്യം വരുന്നത് ആദ്യമായിട്ടാണ്. ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ളൊരു ടൈമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യൻ, ഈവൻ നിളയിലും വന്നിരുന്നൊരു ക്വസ്റ്റ്യൻ ഈ വുമൺ ഡയറക്ടർ എന്നുള്ള രീതിയിൽ വരാറുണ്ട്. അപ്പോൾ എനിക്ക് പക്ഷേ ഞാൻ ചെയ്യുമ്പോൾ ഈവൻ എൻ്റെ കൂടെയുള്ള ടീം മെമ്പേഴ്സ് ആരും എന്നെ ഒരു സ്ത്രീയായിട്ടോ ഒന്നും കാണുന്നില്ല. ഞാൻ ചെയ്യുന്ന ജോലിയിലും അത്തരത്തിലൊരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല. സർ ഇപ്പോൾ ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സ്ത്രീ സംവിധായകരുടെ കൂടെ ആദ്യമായിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഈ ഒരു വ്യത്യാസം ഞാൻ എപ്പോഴും പറയാൻ ശ്രമിക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈവൻ റൈറ്റിങ്ങിലാണെങ്കിലും ഡയറക്ഷനിലാണെങ്കിലും ഈ ഒരു ജെൻഡർ നമ്മൾ ഇമ്മെറ്റീരിയൽ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പെർസ്പെക്റ്റീവ് ഉണ്ടാവും. ഇപ്പം ഞാൻ എഴുതുന്ന ഒരു കഥാപാത്രത്തിൽ ആസ് എ വുമൺ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് കാണും. പക്ഷേ ഞാൻ ചെയ്യുന്ന ജോലിയിൽ അതില്ല എന്നാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്, പറയാൻ ശ്രമിക്കുന്നത്. സാറിൻ്റെ ഒബ്സർവേഷനിൽ എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്? ഞാനൊരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ പോവാണ്. അതായത് ഒരു പുരുഷൻ സ്ത്രീയെ മനസ്സിലാക്കുന്നതിനേക്കാളും കൂടുതൽ ഒരു സ്ത്രീ പുരുഷനെ നന്നായിട്ട് മനസ്സിലാക്കുന്നതാണ് എൻ്റെ ഒരു അനുഭവം. അത് വലിയ ചർച്ചാ വിഷയമാവുമായിരിക്കും. എങ്ങനെ അത് പറയാൻ പറ്റും? പുരുഷന്മാരിലെ കൂടുതൽ എഴുത്തുകാർ, പുരുഷന്മാരിലെ കൂടുതൽ സംവിധായകരിലെ കൂടുതലുള്ളത് എന്ന് പറയുമ്പോൾ പോലും സ്ത്രീയുടെ മനസ്സെന്താണെന്നുള്ളത് പുരുഷൻ നല്ലൊരു ശതമാനം ആൾക്കാർ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. നേരെ തിരിച്ചാണെങ്കിൽ പുരുഷന്മാരെക്കുറിച്ച് സ്ത്രീ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു സ്നേഹമായിക്കോട്ടെ, വാത്സല്യമായിക്കോട്ടെ, അവിടെയൊക്കെ ഒരു കയ്യടി കിട്ടാൻ വേണ്ടി പറയല്ല ഞാൻ. ഇതൊക്കെ പെട്ടെന്ന് ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഞാൻ സ്ത്രീപക്ഷത്ത് നിന്ന് സംസാരിക്കുകയല്ല. സ്ത്രീയുടെ ഒരു ഡെഡിക്കേഷൻ എന്ന് പറയുന്നത്, അമ്മ, അച്ഛൻ, എനിക്ക് അച്ഛനോട് ആദരവുണ്ട്, ബഹുമാനമുണ്ട്. പക്ഷേ അമ്മ എന്ന് പറയുന്ന വേറൊരു സങ്കല്പമാണ്. അമ്മ എന്ന് പറയുന്ന സ്നേഹം, വാത്സല്യത്തിൻ്റെ മുഖമാണ് എൻ്റെ മനസ്സിൽ വരുന്നത്.
അച്ഛൻ എന്ന് പറയുമ്പോൾ സ്നേഹവും ആദരവും ബഹുമാനവും ഒക്കെയാണ്. അമ്മയെന്ന് പറയുമ്പോൾ അതിനപ്പുറമുള്ള ഒരു ഫീലിംഗാണ്. അതെന്തുകൊണ്ട് നമുക്ക് വരുന്നു? ഞാൻ പുരുഷനല്ലേ. അപ്പോൾ എൻ്റെ കാര്യത്തിൽ, എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി എൻ്റെ ഭാര്യ എന്നെ സ്നേഹിച്ചിട്ടുണ്ട്. എനിക്ക് അത്രയും തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു കുറ്റബോധം എല്ലാ കാലത്തും ഉണ്ട്. കാരണം അവർ എന്നോട് കാണിച്ചിട്ടുള്ള, രമ എന്നോട് കാണിച്ചിട്ടുള്ള ആ ഒരു സ്നേഹം, അത് അതേ രീതിയിൽ എനിക്ക് അത്രയും കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള ഒരു വിഷമമുണ്ട് എനിക്ക്. കാരണം അത്രത്തോളം ഒരു സ്ത്രീ എന്ന രീതിയിൽ എൻ്റെ ഭാര്യയോട് എനിക്ക് ബഹുമാനമാണ്. അത് യഥാർത്ഥത്തിൽ ഈ നല്ല ഒരു വർക്ക് വന്നു കഴിഞ്ഞാൽ, പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ, അതിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ വനിതയെന്നോ പുരുഷനെന്നോ ഒക്കെ ഉള്ളത് നമ്മൾ മറക്കും. അവിടെ ഇന്ദുവിനെ നമ്മൾ കാണുന്നുള്ളൂ. വിന്ദു എന്ന വനിതാ സംവിധായികയല്ല നമ്മൾ കാണുന്നത്, സംവിധായിക എന്ന് മാത്രമേ കാണുന്നുള്ളൂ. വനിത എന്നുള്ളത് സെക്കൻഡറി. ബാക്കി ആവശ്യപ്പെടുന്ന അത് ചെയ്യുക. അല്ലെ വനിത ആയതുകൊണ്ട് കുറച്ചൊക്കെ നമുക്ക് കോംപ്രമൈസ് ചെയ്യാം എന്നുള്ളത് തോന്നുന്നത് ഒരിക്കലും പറ്റില്ല. അപ്പം തീർച്ചയായിട്ടും റെക്കഗ്നീഷനാണ്. നിങ്ങൾക്ക് ഈ രംഗത്ത് ഇനിയും യു ക്യാൻ മാർച്ച് ഫോർവേഡ് എന്നുള്ളതിനുള്ള ഒരു കോൺഫിഡൻസ് നൽകുന്ന ഒരു കാര്യമാണ്. സാറിൻ്റെ ഒരു കാര്യം കൂടെ ചോദിക്കണമെന്നുണ്ടായിരുന്നു. സാർ ഒരിക്കലും മോണിറ്ററിൽ ചെക്ക് ചെയ്തിട്ടില്ല. ഞാൻ ഓക്കെ പറഞ്ഞാൽ മാത്രം സാർ ഓക്കെ ആണ്. സാർ ആക്ച്വലി ഞാൻ മോണിറ്ററിൽ നോക്കുമ്പോൾ സാർ എന്നെയാണ് നോക്കുന്നത്, വെയിറ്റ് ചെയ്തത്. അതെനിക്ക് ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നി. ഒരിക്കൽ പോലും മോണിറ്റർ ചെക്ക് ചെയ്തിട്ടില്ല. അത് കറക്റ്റാണ്. അത് നല്ല ചോദ്യമാണ്. ഇത് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം താല്പര്യമുള്ള ഒരു കാര്യമായിരിക്കും. ഞാൻ മോണിറ്റർ നോക്കാറില്ല. ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്, ഞാൻ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഷോട്ടോ ഞാൻ നോക്കാറേ ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ ഞാനല്ല, കഥാപാത്രമാണ്. ഈ കഥാപാത്രം ഓക്കെ ആണെന്ന് പറയേണ്ടത് സംവിധായികയാണ്, അല്ലെങ്കിൽ സംവിധായകനാണ്. അപ്പോൾ ഇന്ദു വാച്ച് ചെയ്തിട്ട് ഇന്ദു ഹാപ്പി എങ്കിൽ ഞാൻ ഹാപ്പിയാണ്. നേരെ പഠിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇന്ദു പറയാണത്, ഇന്ദുവിൻ്റെ എക്സ്പ്രഷൻ ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ഹാപ്പി ആവാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അതിന് ഒരു ഇതിനകത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഓക്കെ ഷോട്ട്സ് പലതും ഒന്നുകൂടെ എടുത്തത് ഓക്കെ ആകാഞ്ഞിട്ടല്ല, ഒരു വെർഷൻ കൂടെ വേണം, കുറച്ചുകൂടെ ഇമോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് മോശമാക്കിയിട്ടല്ല. അപ്പോൾ അതിൽ ഏതാണ് ചൂസ് ചെയ്യുന്നത് അതൊക്കെ ഞാൻ എഡിറ്റിങ്ങിൽ എനിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ ഭട്ടതിരിയാണ് അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് ഷോർട്സ് സെലക്ട് ചെയ്തിട്ടുള്ളതെന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. നമ്മൾ ഒന്നും മോശമാക്കി മാറ്റി വെച്ചിട്ടില്ല. നമുക്ക് അങ്ങനെ റീടേക്സ് അധികം വന്നിട്ടില്ല. അല്ലെങ്കിൽ തന്നെ വേറൊരു വെർഷൻ തന്നിട്ടുണ്ട് പലപ്പോഴും. അത് വെർഷൻ എന്ന് പറഞ്ഞിട്ട് നോക്കിയിട്ട് അത് ചെയ്യാം. അപ്പം ഞാൻ പറയും മറ്റേതും കൂടെ ഓക്കെ വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. അത് മാത്രം മോണിറ്റർ നോക്കൂല, മറ്റേതും കൂടെ ഓക്കെ വെക്കണേ. എന്നിട്ട് ഫൈനലിൽ ആ സീൻ എല്ലാം കട്ട് ചെയ്ത് വരുമ്പം ഏതെന്ന് വെച്ചാൽ അതങ്ങനെ നോക്കിയിട്ടേ ചെയ്യുള്ളൂ. ഇതും കൂടെ ഇരിക്കട്ടെ. അപ്പോൾ ഇന്ദു പകുതി ആശ്വസിപ്പിക്കാനെന്നോണം, അല്ലെങ്കിൽ പകുതി എന്തായിരുന്നു അത് വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇന്ദുവിൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് പലപ്പോഴും ഈ ടേക്ക് 2 വേണമെന്ന് പറഞ്ഞതിന് ശേഷവും ഇന്ദു അതിൽ ഉറച്ചു നിന്നു. ടേക്ക് 2 ആണ് സാർ, എനിക്കിഷ്ടപ്പെട്ടു. അതിൽ കൺഫ്യൂഷൻ ഉണ്ടായിട്ടില്ല. നേരെ വെച്ച് ടേക്ക് 2 എടുത്തിട്ട് ഇപ്പോൾ എനിക്കും കൺഫ്യൂഷൻ തോന്നുന്നു സാർ, ഫസ്റ്റ് ആണോ സെക്കൻഡ്, അങ്ങനെ പറഞ്ഞിട്ടില്ല. സാർ എനിക്ക് ടേക്ക് 2 വളരെ ഹാപ്പിയാണ്, എനിക്ക് അതാണ് ഇഷ്ടം. ഞാൻ പറഞ്ഞു ഓക്കെ, മറ്റേതും കൂടെ ഓക്കെ വെച്ചോളൂ, പിന്നെ കാണാമല്ലോ, ആ എഡിറ്റിംഗ് ടേബിളിൽ ഞാനില്ലല്ലോ എന്ന് ഞാൻ എപ്പോഴും പറയും. അപ്പോൾ അങ്ങനെ ആ കോൺഫിഡൻസ് ഉണ്ട്. ഇന്നതാണ് വേണ്ടതെന്നുള്ള എന്തുകൊണ്ട് വൈ എ സെക്കൻഡ് ടേക്ക് എന്നുള്ളതിന് മതിയായ കാരണം എന്തു എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് അത് കുറച്ചുകൂടെ ഇമോഷൻസ് ആവാം, അത്രയും ഈ ക്യാരക്ടറിന് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ നേരത്ത് കുറച്ചുകൂടെ നമ്മളൊന്ന് ഇമോട്ട് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ ഒരു സാധാരണക്കാരൻ്റെ ലൈഫല്ലേ ഈ സിനിമ. സാധാരണക്കാരൻ്റെ ലൈഫ് പോർട്രേ ചെയ്യാൻ താരതമ്യേന എനിക്ക് എളുപ്പമാണ്. ഞാനൊരു സാധാരണക്കാരൻ്റെ ലൈഫാണ്. ഞാൻ ജനിച്ച് വളർന്നിട്ടുള്ളത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ്. അപ്പോൾ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ, മിഡിൽ ഇൻകം ഗ്രൂപ്പിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ അറിയാം. പിന്നെ ഇതിനകത്ത് വിവാഹത്തിൻ്റെയൊക്കെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ച് പോകുന്നുണ്ട്. ഭാര്യമാരുടെ സ്വപ്നങ്ങൾ പലതാണ്. ഇതിലൊരു വനിതാ സംവിധായിക എഴുതിയത് കൊണ്ട് ആണ് ഇതിനകത്ത് എൻ്റെ ഭാര്യയുടെ കഥാപാത്രം കൂടുതൽ അതിൻ്റെ ഒരു ഡയമെൻഷൻസിലോട്ട് പോയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അവരുടേതായിട്ടുള്ള ചില സ്വപ്നങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള ചില നിരാശകളുണ്ട്. ഇതൊരു സ്ത്രീയുടെ മനസ്സിൽ വരുന്ന ചില കാര്യങ്ങളാണ്. അവരുടെ ജീവിതം ഒരു പരാജയമാണെന്ന് ചോദിച്ചാൽ പരാജയമല്ല, പക്ഷെ പരാജയമാണെന്ന് അവർ വിചാരിക്കുന്നതിൽ നമുക്ക് അവരെ തെറ്റു പറയാനും പറ്റില്ല. അങ്ങനെയൊക്കെ ഒരു കോംപ്ലക്സ് ഇഷ്യൂസ് ആണ് ഇതിനകത്തുള്ളത്. വേണുവിൻ്റെ കാര്യത്തിൽ അവരവരുടേതായിട്ടുള്ള പെർസ്പെക്റ്റീവ്, മകളുടെ കാര്യം, ജാനകിയുടെ കാര്യത്തിലാണെങ്കിൽ ജാനകിയും ഈ വേണുവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ആൾക്കാർക്ക് പെട്ടെന്ന്
റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബന്ധമാണ്. നമ്മൾ എന്തെല്ലാം സ്ട്രഗിൾ, എന്തെല്ലാം സ്ട്രെയിൻ അണ്ടർഗോ ചെയ്യുന്നു എന്നുള്ളത് അത് തീർച്ചയായിട്ടും നല്ല നിമിഷങ്ങൾ, കുറേ നല്ല നിമിഷങ്ങളുണ്ട് അതൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത്തരത്തിലുള്ള വേഷങ്ങൾ ചെയ്യുമ്പോൾ അതിന് പ്രേക്ഷകരുടെ പിന്തുണ കിട്ടുമ്പോഴാണ് നമുക്ക് കൂടുതൽ സന്തോഷം വരുന്നത്. ഈ അപ്പുറത്തെക്കുറിച്ച് എനിക്ക് പറയുമ്പോൾ എനിക്ക് കോൺഫിഡൻസോടുകൂടി തന്നെ എനിക്ക് പറയാൻ കഴിയും, ഇതിലെ വേണുവിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതിൽ ജഗദീഷിനെ എത്രത്തോളം ഇഷ്ടപ്പെടും എന്നുള്ളത്, എത്ര മാർക്ക് തരുന്നു എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ട് പറയുക, എനിക്കറിയാൻ താല്പര്യമുണ്ട്. പക്ഷെ വേണുവിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതെനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. എന്ത് പറഞ്ഞു ഇന്ദു, വേണുവിനെ പ്രേക്ഷകർ എങ്ങനെയായിരിക്കും സ്വീകരിക്കുക? വേണു തീർച്ചയായിട്ടും എനിക്ക് പൂർണ്ണമായിട്ട്, ഇപ്പം ഞാൻ എഴുതുന്ന സമയത്ത് ഞാൻ യൂഷ്വലി എനിക്ക് ആ ക്യാരക്ടറിലേക്ക്, ഈച്ച് ക്യാരക്ടറിൻ്റെ മനസ്സ് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ എഴുതുന്നത്. അത്രയും ഇൻവോൾവ് ആയിട്ടാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ അത് ഓൺ സ്ക്രീനിലേക്ക് ഞാൻ എഴുതിയതോ ഞാൻ വിചാരിച്ചതിനെയോ ഒരു പടി മുകളിൽ ആണ് മോസ്റ്റ്ലി. ഇപ്പം നിളയിലാണെങ്കിൽ പോലും എനിക്ക് ആ ക്യാരക്ടേഴ്സ്, അത് അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആക്ടേഴ്സ് ആയതുകൊണ്ടായിരിക്കാം. സാറും അതെ. ഈവൻ അനഘയുടെ കാര്യമാണെങ്കിലും മിനി ഐജിയുടെ കാര്യമാണെങ്കിലും, ഇപ്പോൾ സൂര്യ തിയേറ്ററിൽ നിന്നും ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്, ടെക്നോ പാർക്കിൽ നിന്ന് കുറച്ച് ആക്ടേഴ്സ് ഉണ്ട്. ഈവൻ അവരുടെ പെർഫോമൻസ് ആണെങ്കിലും വാട്ട് ഈസ് ഡിമാൻഡഡ് ഓഫ് ദ സ്ക്രിപ്റ്റ് അതിന് മുകളിൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ചും അതിൻ്റെ ഒരു ഇമോഷണൽ ത്രെഡ് കൊണ്ടുപോകുന്നത് വേണുവും ജാനകിയും ചിത്രയും ഒക്കെയാണ്. അപ്പം അവരുടെ ഇമോഷണൽ വേൾഡ് എനിക്ക് ഐ എം ടോട്ടലി ഹാപ്പി അബൌട്ട് ദ പെർഫോമൻസ്. എനിക്കൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, എനിക്ക് തോന്നുന്നു അതോടെ വെച്ചിട്ട് നമുക്ക് മൈൻഡ് അപ്പ് ചെയ്യാം. സാറിൻ്റെ പാട്ടുകൾ ആക്ച്വലി സാർ പലപ്പോഴും ടി വിയിൽ പ്രോഗ്രാംസ് അവതരിപ്പിക്കുമ്പോൾ ഒക്കെ കേട്ടിട്ടുണ്ട്. സാർ ആക്ച്വലി ഇപ്പം ക്ലാസിക്കലി എന്തെങ്കിലും പഠിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ബിക്കോസ് നമ്മൾ പാടുന്ന കുറച്ച് സീനുകളാണ്, പക്ഷെ അതർവൈസ് സാറ് കുറച്ച് പാട്ടുകൾ ഓക്കെ ഞാൻ ഇങ്ങനെ വേരിയേഷനിലെന്ന് പറഞ്ഞിട്ട് ചെയ്തായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ഇവരോടും പറയുമായിരുന്നു, വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അത് ഐ ഓൾവേസ് ഫീൽ ലൈക്ക് ഇറ്റ്സ് അണ്ടർ എക്സ്പ്ലോർഡ്, ഇപ്പോഴും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്തൊരു ഏരിയ ആയിട്ട് തോന്നുന്നുണ്ട്. അതേ, സംഗീതം എന്ന് പറയുന്നത് ഭംഗിവാക്കായിട്ട് പറയല്ല, സമുദ്രമാണ്. എല്ലാവരും പറയുന്ന പോലെയല്ല ഞാൻ പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം സംഗീതം എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വപ്നം കാണാൻ പറ്റാത്തൊരു വേൾഡാണ്. അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു വരി പാടാൻ കഴിയുന്നുണ്ടെന്ന് ആരെങ്കിലും പറയുമ്പോൾ തന്നെ ഞാൻ വളരെ വലിയ ഒരു പൊസിഷനിൽ ഒരു സീറ്റ് കിട്ടി എന്നുള്ള രീതിയിലാണ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും. പിന്നെ സംഗീതത്തോട് എനിക്ക് അത്ര താല്പര്യമുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. എനിക്ക് നല്ല പാട്ടുകാരോടെല്ലാം എനിക്ക് ഭയങ്കര ബഹുമാനമാണ്, ആദരവാണ്. റഫീ സാബ് ആയിക്കോട്ടെ, കിഷോർദ ആയിക്കോട്ടെ, ദാസേട്ടൻ, SP ബാലസുബ്രഹ്മണ്യൻജി, അങ്ങനെ ലതാ മങ്കേഷ്കർ, ജാനകിയമ്മ, സുശീലാമ്മ, ചിത്ര, അങ്ങനെ എല്ലാവരോടും എനിക്ക് ഭയങ്കര ഒരു സ്നേഹവും ബഹുമാനവും. ഇവരുടെ പാട്ടുകളൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പം ഞാൻ ഒരു 2 മിനിറ്റ് കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഫ്രീ ടൈം കിട്ടിയാൽ എൻ്റെ മനസ്സിൽ ഒരു മൂളിപ്പാട്ടെങ്കിലും വരും. അപ്പം ഞാൻ ഒരു ബോറടി എന്നുള്ളത് എനിക്ക് മാറ്റുന്നത് അങ്ങനെയാണ്. ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ചിലപ്പോൾ അങ്ങനെ പാടിയിലേക്ക് തന്നെ എൻ്റെ മനസ്സിൽ ചില കാര്യങ്ങൾ, ഇപ്പം അന്നത്തെ കാലത്ത് എനിക്ക് ഏതായിരിക്കും എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്ന റഫീ സാബിൻ്റെ അന്നത്തെ കാലത്തുള്ള, അത് ചിലർ പറയും ഭയങ്കര അറിവാണല്ലോ ഇതൊക്കെ എങ്ങനെയാണെന്ന്. അങ്ങനെയൊന്നുമല്ല. ഞാൻ അന്ന് തൊട്ടേ കേൾക്കുന്ന ചില ഹിന്ദി പാട്ടുകൾ, അതിൻ്റെ 2 വരി അല്ലെങ്കിൽ 4 വരി അറിയാവുന്നുള്ള ഒരുപാട് പാട്ടുകളുടെ 4 വരി എനിക്കറിയാം. അത് ചില കാര്യങ്ങൾ, വേറൊരു കാര്യമുണ്ട്, നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള ചില കാര്യങ്ങൾ ജീവിതത്തിൽ ഏതെങ്കിലും സ്റ്റേജിൽ ഏതെങ്കിലും ഘട്ടത്തിൽ പ്രയോജനപ്പെടുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അപ്പുറം എന്ന് പറഞ്ഞ സിനിമ. ഇതിൽ പഴയ പാട്ടുകളോടുള്ള എൻ്റെ താല്പര്യം ഇതിൻ്റെ സീനിൽ വന്നു. പിന്നെ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ഇന്ദുവിനോട് പേഴ്സണലി ഒരു വലിയ കടപ്പാട് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ അപ്രോച്ച് ചെയ്തപ്പോൾ ഞാൻ ഒരു ഡേറ്റ് സജസ്റ്റ് ചെയ്തു. ആ ഡേറ്റിലേ എനിക്ക് ഡേറ്റ്സ് ഉള്ളൂ, അതിന് ശേഷമാണെങ്കിൽ എനിക്ക് ഡേറ്റ്സ് ഇല്ല. അത് സത്യമായിരുന്നു. വേറൊരു പ്രോജക്റ്റിന്, ഒരു വലിയ പ്രോജക്റ്റിന് കമ്മിറ്റഡ് ആയിപ്പോയി. അപ്പോൾ ഇന്ദു എനിക്ക് വേണ്ടി കുറച്ച് പ്രീപോൺ ചെയ്തു. അത് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു നല്ല പ്രോജക്റ്റിനെ സഹകരിക്കാൻ വേണ്ടി, അത് സാധാരണഗതിയിൽ ഒരു സംവിധായികയ്ക്ക് വേണമെങ്കിൽ തോന്നാം. അതിപ്പം ഇനിയിപ്പോൾ പുള്ളിക്കാരന് വേണ്ടി അങ്ങനെ എല്ലാം കൂടെ മാറ്റിക്കഴിഞ്ഞാൽ എത്രയോ പേരുടെ ഡേറ്റ് ഇനി മാറ്റണം, അല്ലെങ്കിൽ ലൊക്കേഷൻ അറേഞ്ച് ചെയ്യണം, അതെല്ലാം മാറ്റി എടുക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമുക്ക് നെക്സ്റ്റിൽ സഹകരിക്കാൻ തുടങ്ങി വേണമെങ്കിൽ ഇന്ദുവിനെ അങ്ങനെ ചിന്തിക്കാമായിരുന്നു. പക്ഷേ ഇന്ദു പറഞ്ഞു അല്ല, നമുക്ക് പ്രീപോൺ ചെയ്യാം, ഞാൻ മാക്സിമം ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പ്രീപോൺ ചെയ്തു. അപ്പോൾ എൻ്റെ സൗകര്യത്തിനനുസരിച്ച് സാധാരണഗതിയിൽ ഒരു പ്രോജക്റ്റ് വരുമ്പോൾ ഒരുപാട് അസൗകര്യങ്ങളുണ്ടാവും. അതൊക്കെ മാറ്റി വെച്ചിട്ട്
എനിക്ക് വേണ്ടി അപ്പോൾ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷം തോന്നി. അപ്പോൾ വേണു ഞാൻ തന്നെ ചെയ്യണമെന്നുള്ളത് എന്തോ വെരി പർട്ടിക്കുലർ ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു ഗൂഢമായ ഒരു സന്തോഷം ഉണ്ടായിരുന്നു എനിക്ക്. ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ആ അഡ്ജസ്റ്റ് ചെയ്തതിനൊക്കെ തന്നെ ഒരു എന്താ പറയുക, നമ്മളെല്ലാം അടിസ്ഥാനപരമായി ഈശ്വര വിശ്വാസികളാണല്ലോ. ഈശ്വരൻ തന്ന ഒരു സംഭവമായിരിക്കും ബിന്ദുവിന് ഈ പറയുന്ന ഈ റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞത്. ഇനി ബാക്കി സമ്മാനം കിട്ടുന്നത്, അവാർഡ് കിട്ടുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇതിനകത്ത് എൻട്രി കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഹാഫ് ദ ബാറ്റിൽ ഈസ് വൺ എന്ന് പറയാം. അപ്പോൾ അങ്ങനെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നല്ല സിനിമകൾ പ്രോത്സാഹിപ്പിക്കുന്ന പ്രേക്ഷകർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. അപ്പുറം ദ അതർ സൈഡ് എന്ന് പറയുന്ന സിനിമയിൽ ഒരു സംവിധായകയുടെ സ്വപ്നമുണ്ട്. നല്ല സിനിമ എടുക്കാൻ താല്പര്യമുള്ള ഇന്ദുലക്ഷ്മി എന്ന സംവിധായകയുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു സംഭവമാണ് അപ്പുറം ദ അതർ സൈഡ്. അതിൽ സഹകരിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ പ്രോജക്റ്റ് ഒരു എന്താ പറയുക, ഒരുപാട് ഹാർഡ് വർക്കിൻ്റെ ഒരു പ്രോജക്റ്റാണ്. എത്രമാത്രം എഫേർട്സ് എടുത്തിട്ടുണ്ടെന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മൾ ബ്ലോയിങ് ഓൺ ട്രംപറ്റ് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഇതിൽ ഞാൻ പറയുന്നില്ല. പക്ഷേ ഇന്ദു ഒരുപാട് പെയിൻസ് എടുത്തിട്ടുണ്ട്, ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് ഫോർ ദിസ് പ്രോജക്റ്റ്. അപ്പുറം എന്ന ഒരു സിനിമ ഒരു കലാസൃഷ്ടിയായിട്ട് വെള്ളിത്തിരയിൽ വരുമ്പോൾ അതിൻ്റെ പിന്നിൽ എടുത്തിട്ടുള്ള ഇന്ദു ലക്ഷ്മി എന്ന് പറയുന്ന സംവിധായികയ്ക്ക് പേഴ്സണലായിട്ട് ഒരുപാട് സ്ട്രെയിൻ എടുക്കേണ്ടി വന്നിട്ടുണ്ട്, പേഴ്സണലായിട്ട് ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് തന്നെ ഒരുപാട് പൈസ മുടക്കിയിട്ടാണ് ഈ പ്രോജക്റ്റ് എന്താ പറയുക സാക്ഷാത്കരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എഫേർട്സിനുള്ള ഒരു റിസൾട്ടും കൂടിയാണ് ഇതിൻ്റെ IFFK കോമ്പറ്റീഷൻ സെക്ഷനിലേക്കുള്ള എൻട്രി. പ്രേക്ഷകർ തീർച്ചയായിട്ടും ഇത് കാണണം, ഇതിനെക്കുറിച്ച് വിലയിരുത്തണം. ഇതൊരു ചർച്ചയാകട്ടെ, ഇതിന് ചർച്ചയാകാനുള്ള വിഷയങ്ങളുണ്ട്, ഇത് ചർച്ചയാകട്ടെ. ഇതിലെ വിഷയം തീർച്ചയായിട്ടും ചർച്ചയാക്കപ്പെടണം. അതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ തന്നെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ്. പിന്നെ വേണുവിനെയും ജാനകിയെയും ചിത്രയും ഒക്കെ നിങ്ങൾ കണ്ടിട്ട് എന്താണ് അവരെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതും അതും ഞങ്ങളെല്ലാവരും അറിയിക്കണം. ഈ അപ്പുറം ദ അതർ സൈഡ് ടീമിനെ അറിയിക്കണം. ഞങ്ങളുടെ എല്ലാവരുടെയും എഫേർട്സിനുള്ള ഒരു നല്ല റിസൾട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ.